അങ്ങനെ ആവേശകരമായ ഫിഫ വേൾഡ് കപ്പ് അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ മത്സരത്തിൽ വിജയിച്ചു. അന്ന് മുതൽ അർജന്റീന ആരാധകർക്ക് ട്രോൾ മഴയാണ്. കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മറ്റാരാധകർ അവരെ കിടന്നു ട്രോളുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പരാജയം ആഘോഷിക്കുന്ന മറ്റു ടീമുകളുടെ ആരാധകരുണ്ട്. അതുപോലൊരു ആരാധകരെയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത്. കളിക്കളത്തിൽ അർജന്റീന തകർന്നടിഞ്ഞപ്പോൾ എതിരാളികളായ ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങിയ ആരാധകർക്ക് അത് വലിയ ആഘോഷരാവായിരുന്നു. എന്നാൽ ആ സന്തോഷം ട്രോളുകളിലോ വാഗ്വാദങ്ങളിലോ ഒതുക്കിക്കളയാൻ പറവൂരിലെ ഫുട്ബോൾ പ്രേമികൾ തയ്യാറായില്ല. പരാജയപ്പെട്ട അർജന്റീന ഫാൻസിനെ കളിയാക്കുന്നതിനു പകരം ആ സന്തോഷം സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് പറവൂർ ബഡ് സ്കൂളിലെ കുരുന്നുകൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ ഇവർ ഒന്നിച്ചിറങ്ങിയത്. ഒരു വ്യത്യസ്തമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ സ്പോർട്സ് ആകുമ്പോൾ പരാജയം വിജയങ്ങളും എല്ലാം ഉണ്ടാവും. വിജയിച്ചതിനും പരാജയത്തിനും രണ്ടിനെയും ഒരുപോലെ നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് പറവൂരിലുള്ള ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ ഒരു അന്നദാനം ചെയ്യുകയുണ്ടായി. അത് വ്യത്യസ്തമായ നമ്മുടെ ഫാൻസ് ബ്രസീൽ, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, പോർച്ചുഗൽ കൂടെയുള്ള ഒത്തിരി സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇതൊരു വ്യത്യസ്ത ഒരു ആശയമായിരുന്നു. കളി തോറ്റ നിമിഷം അർജന്റീന ആരാധകർക്ക് അത് നിശബ്ദതയുടെയും നെഞ്ചകം തകരുന്ന വേദനയുടെയും രാവായിരുന്നു. എന്നാൽ എതിരാളികൾക്ക് അത് കേവലമൊരു തോൽവിയായിരുന്നില്ല, വർഷങ്ങളായി കാത്തിരുന്ന ആഘോഷത്തിന്റെ കൊടിയേറ്റമായിരുന്നു. മെസ്സിയും സംഘവും കളം വിട്ടപ്പോൾ പറവൂരിൽ വിരിഞ്ഞത് മാതൃകാപരമായ സ്നേഹത്തിന്റെ വൻമരമാണ്. അർജന്റീന തകർന്നടിഞ്ഞ ആ നിമിഷം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു തോൽവി ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു പറവൂർ. അർജന്റീന ഫൈനൽ മത്സരം ഇതുവരെ കളിച്ചതിൽ ഏറ്റവും മോശമായിട്ടൊരു ഫൈനൽ മത്സരമാണ് ഈ അർജന്റീന കളിച്ചത്. എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് 80 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അർജന്റീന കളിയിലേക്ക് വരലില്ലെന്നാണ് പറഞ്ഞത്. ഇത് 120 മിനിറ്റിലും അർജന്റീനക്ക് ഒരു ബോൾ വരെ അർജന്റീന കാലിലേക്ക് കിട്ടിയില്ല. മെസ്സിക്കൊന്നും ഒരു ഫോമിൽ എത്താൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ തന്നെ കളി കഴിഞ്ഞ ആ വട്ടത്തിൽ തന്നെ പിന്നെ ഓപ്പോസിറ്റ് ഏത് ടീമിനെ അവർ കയ്യാങ്കളിയോട് വരെ ഉണ്ടായിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അതൊന്നും എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. സ്പോർട്സിൽ അങ്ങനത്തെ ഒരു കളി പാടില്ല. ആ ആഘോഷം പക്ഷേ അന്യന്റെ കണ്ണീരിൽ കെട്ടിപ്പൊക്കുന്ന വെറും ട്രോളുകളായി മാറ്റാൻ ഇവർ തയ്യാറായില്ല. പകരം ആ സന്തോഷത്തെ പറവൂർ ബഡ് സ്കൂളിലെ കുട്ടികളുടെ പുഞ്ചിരിയാക്കി മാറ്റാൻ അവർ കൈകോർത്തു. ബ്രസീലും പോർച്ചുഗലും ഇംഗ്ലണ്ടും തുടങ്ങി എല്ലാ ഫാൻസുകളും ഒരൊറ്റ മനസ്സോടെ ഒന്നിച്ചു. കളിയും അതുപോലെ ജയവും പരാജയവും എല്ലാം സർവ്വസാധാരണമാണ്. എന്തു വന്നാലും ഒരാൾ മാത്രമേ ജയിക്കൂലൂ, മറ്റേ എതിർ പാർട്ടി എന്തു വന്നാലും തോൽക്കും. അപ്പോൾ അത് ഏത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ ഈ നാടിൻ്റെ ഓരോ വളർച്ചയിലും നമ്മുടെ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ കൂടെ ആയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പരിപാടി ഉദ്ഘാടനം ചെയ്തത് പോർച്ചുഗലിന്റെ കടുത്ത ആരാധികയായ വാർഡ് മെമ്പർ എം നിഷയും. എന്തായാലും തോൽവിയുടെ കയ്പിലും ഈ കുരുന്നുകളുടെ വയറും മനസ്സും നിറഞ്ഞ ചിരിയിൽ ഇവർ കണ്ടെത്തിയത് ഫുട്ബോളിനേക്കാൾ വലിയൊരു ജയം തന്നെയാണ്. ഒരു മത്സരമാകുമ്പോൾ ജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമാണ്. എങ്കിൽ പോലും മറ്റ് ആരാധകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഒരു നല്ല മാതൃകയിലൂടെയാണ്, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാണ്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.